Revit MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 30ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ വോൾ നമുക്ക് വരയ്ക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ടൊരു ഡ്രോയിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ് ചെയ്തിട്ടുള്ള നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ മോഡൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ടൊരു ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിലേക്ക് നമ്മൾ കോളംസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് സെറ്റ് ചെയ്യേണ്ട ഷോർട്ട് കീ എന്താണെന്നുള്ള നമുക്കറിയാം. യു എൻ ഷോർട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സ് വരും. ഇവിടെ നമുക്ക് യൂണിറ്റ് സെറ്റ് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഞാനിപ്പോൾ മില്ലിമീറ്റർ തന്നെയാണ് വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം ഞാൻ ഇനി വോളിലേക്ക് പോവുകയാണ്. വോളിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ആർക്കിടെക്ചറിനകത്താണ് വോൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് മുന്നേയായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഒന്നുകൂടെ ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഇവിടെ അനോട്ടേറ്റിലേക്ക് പോകാം. അനോട്ടേറ്റിലേക്ക് പോയതിനു ശേഷം ഇവിടെ അലൈൻഡുണ്ട്. അലൈൻ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. ഓക്കെ, വോൾ ഫേസ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ഒരു വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, 200 mm വോളാണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പം ആർക്കിടെക്ചറിലേക്ക് പോയി. ആർക്കിടെക്ചറിൽ പോയതിനു ശേഷം ഇവിടെ വോൾ സെലക്ട് ചെയ്യണം. ഞാൻ ഈ ഒരു വോൾ എടുക്കുകയാണ്. ഈ ഒരു വോൾ എടുത്തപ്പോൾ ഇവിടെ ഓൾറെഡി 200 mm വോളാണ് ഇവിടെ കിടക്കുക. ഇനി ഈ ഒരു വോൾ വേണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വോൾസുകൾ ഇവിടെ ഇങ്ങനെ വരും. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്, ഞാനിപ്പോൾ ഈ ഒരു വോളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് ഈ ഒരു വോൾ എടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ വോളിൻ്റെ സൈസ് പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളക്ഷൻ ബോക്സിലേക്ക് വരും. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വോൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഈ വോൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് എടുക്കാൻ നേരത്തെ ഇവിടെ ഡെപ്ത്ത് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡെപ്തിന് നമ്മൾ ഹൈറ്റിലേക്ക്, അതായത് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, അതായത് ലെവൽ 1 നിന്ന് മേളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഹൈറ്റ് നമുക്ക് ഇവിടെ സെറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത്, അതായത് ഇവിടെ നമുക്ക് നോക്കാൻ പറയാം, ഇവിടെ ഈ ടോപ്പിൽ നമുക്ക് ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഇവിടെയും മാറും. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ചേഞ്ച് കൊടുത്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെയും ചേഞ്ച് ആയിട്ടുണ്ടാകും. ഓക്കെ, ഞാനിപ്പോൾ ലെവൽ 4 ആണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഓപ്സെറ്റ് ഒന്നും കൊടുത്തില്ല, കാരണം എനിക്ക് ലെവൽ 1 നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ലെവൽ 4 അവസാനിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്കറിയാം എന്താണെന്നുള്ളത്. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ട് ലൊക്കേഷൻ ലൈൻ എന്നുള്ളത്. ഇതേ സംഭവം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ ചേഞ്ച് ചെയ്താലും ഇവിടെ ചേഞ്ച് ചെയ്താലും ഓക്കെയാണ്. എവിടെയെങ്കിലും ഒരു ഇൻറ്റിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഇപ്പുറത്തും ചേഞ്ച് ആയിക്കോളും. ഓക്കെ, ഇവിടെ ലൊക്കേഷൻ ലൈനിൽ എനിക്ക് വേണ്ടതാണ്. ഞാനിവിടെ കോർ ഫേസ് എക്സ്റ്റീരിയൽ എന്നുള്ള എടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഈ ഒരു വോള് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ നിന്ന് വരയ്ക്കാൻ പോകണം. ഇതിപ്പോൾ വരയ്ക്കപ്പം നമ്മുടെ വോള് ഈ ഒരു ബൗണ്ടറിക്ക് പുറത്തേക്കാണ് വരുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? അകത്തേക്കാണ്. അപ്പോൾ അകത്തേക്ക് വരണമെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, സ്പേസ് ബാർ കൊടുക്കണം. സ്പേസ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അകത്തേക്ക് വരും. ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പുറത്തേക്ക് വരും. ഓക്കെ, ഞാനിവിടെ ഈ ലൊക്കേഷൻ ലൈൻ ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ നിലവിലെടുത്തിരുന്നത് ഫിനിഷ് ഫേസ് എക്സ്റ്റീരിയർ ആണ്. ഞാൻ ആ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് ഇവിടെ ഇൻറ്റീരിയർ ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ വോൾ വരയ്ക്കണേ. ഈ കൃത്യമായിട്ട് ആ ഒരു ബോക്സിനുള്ളിൽ നമ്മളെ ഒരു ബൗണ്ടറിക്കുള്ളിലായിട്ട് തന്നെ ഈ ഒരു വോൾ വരും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു വോൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു വോൾ ഇവിടെ വരച്ചു. അതുപോലെ എല്ലാ വോളും നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പം ചെയിൻ ഓഫ് ചെയ്തിടുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതുപോലെ വോളുകളെല്ലാം വരച്ച് സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ എലിവേഷനിലേക്ക് പോവാം. നമ്മളെ ലെവലെല്ലാം കറക്റ്റ് ആണോ എന്നുള്ള അറിയണമല്ലോ. ഓക്കെ, കൃത്യമായിട്ട് തന്നെ അത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ടോപ്പ് ഫ്ലോർ വരെ എത്തിയിട്ടുണ്ട്. അതായത് ലെവൽ 1 നിന്ന് ലെവൽ 4 വരെയുള്ള കൃത്യമായിട്ട് തന്നെ ആ ഒരു മെഷർമെൻറ്റ് തന്നെ വോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 3D വ്യൂ നോക്കാം. അതിന് വേണ്ടിയിട്ട് വ്യൂവിലേക്ക് പോയതിനു ശേഷം ഇവിടെ 3D എടുക്കുമ്പോഴേക്കും ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, കൃത്യമായിട്ട് തന്നെ നമുക്ക് വോളുകളെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോളം എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്കിതുപോലെ മാറ്റി നോക്കാനായിട്ട് കഴിയും. ഇപ്പം ഷെയ്ഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഈ കളറൊക്കെ ചേഞ്ച് ആകുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഒരു ഹെഡ് ലൈനാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ് ലൈൻ ഇടുമ്പോഴേക്കും ഈ രീതിയിലേക്കാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വയർ ഫ്രെയിം എന്ന രീതിയിൽ എടുക്കപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കി റിയലിസ്റ്റിക്കിലേക്ക് ഇടപ്പോഴാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. അതിൻ്റെ റിയൽ കളർ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ്. എന്താണ് മെറ്റീരിയൽ എന്നുള്ളതൊക്കെ കാണിച്ചിരുന്നത് ഈ റിയലിസ്റ്റിക്കിലേക്ക് ഇടപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്.